ഹായ് ഹലോ, അങ്ങനെ ഇതാ ഞാൻ വീണ്ടും എൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഗാർഡനിലെ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആയിട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ അഗ്ലോണിമ ചെടിയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കണേ. ഈ അഗ്ലോണിമ ചെടി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാണ്ട് അതേപോലെ തന്നെ ലീഫും കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരുപാട് തരം വെറൈറ്റി ചെടികളുണ്ട് പല കളറിലായിട്ട്. അപ്പം നമുക്കത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഷോ ആയിട്ട് മാറാൻ നമ്മൾ ഈ ഒരു അഗ്ലോണിമ ചെടി എങ്ങനെയായാലും സഹായിക്കും. ഈ ഒരു അഗ്ലോണിമ ചെടി കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ബുഷ് ആയിട്ട് വളരുന്ന ഒരു ഐറ്റം കേട്ടോ. ഇതും അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സിൽ പെട്ട മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ. ഇത് നമ്മൾ അധികം ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടും അതേപോലെ തന്നെ നടുവിലൊരു പിങ്കിഷ് ലൈനൊക്കെ വരുന്ന ഒരു വെറൈറ്റി പെട്ടതാട്ടോ. ഇത് നമ്മളിപ്പോൾ പുതുതായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഗ്രോത്തൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അഗ്ലോണിമ ചെടിയിൽ ചിലത് നല്ല ബുഷിയായിട്ട് വളരുന്നതും അതേപോലെ തന്നെ നല്ല തണ്ട് പോലെ രീതിയിൽ വളരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ള മറ്റൊരു ബുഷിയായിട്ട് വളരുന്നതാട്ടോ. ഇത് നല്ല പിങ്കും ലൈനൊക്കെ ആയിട്ട് നല്ല ഡോട്ടൊക്കെ വരുന്ന രീതിയിൽ നല്ല വലിയൊരു ലീഫൊക്കെ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി പെട്ടതാട്ടോ ഈ ഒരു അഗ്ലോണിമ ചെടി. അഗ്ലോണിമ ചെടി നമ്മൾ പ്ലാന്റ്സിൽ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനധികം വെയിലും പറ്റൂല അധികം തണുപ്പും പറ്റൂലാത്തൊരു പ്ലാന്റ് ആട്ടോ. അധികം വെയിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിട്ട് തോന്നും. അധികം തണുപ്പും ഇതിന് പറ്റാത്തൊരു ചെടിയാട്ടോ ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റി പെട്ടതാട്ടോ. ഇത് നല്ല ഭംഗിയാട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് അഗ്ലോണിമ പ്ലാന്റ്സിൽ പെട്ടതാട്ടോ ഈ ഒരു ലീഫ്. ഇത് നല്ല ഭംഗിയാട്ടോ. നല്ല വൈറ്റും ഗ്രീനും ഒക്കെ ഒരു നല്ല രീതി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നൊരു വെറൈറ്റി പെട്ട ഒരു അഗ്ലോണിമ പ്ലാന്റ് ആട്ടോ ഇത് അടുത്തതായിട്ടുള്ള നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം റേറ്റുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ്സ് ആട്ടത്. ഈ ഒരു ചെറിയൊരു തൈക്ക് നല്ലൊരു 400 സംതിങ്ങിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെറൈറ്റി നമ്മളെ കയ്യിൽ ഒരുപാടുണ്ടായിന് കേട്ടോ. എന്തോ പ്രശ്നം കൊണ്ട് എല്ലാം ഒരുപാട് പെട്ടെന്ന് നിറയെ ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് എന്തോ പറ്റിയിട്ട് മൊത്തം പോയിട്ട് ഇപ്പം വീണ്ടും നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ ചെറുതായിട്ടൊരു കണ്ണ് തട്ടിയതാണോ എന്നൊരു സംശയം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു റെഡ് കളറിൽ നമ്മളെ സ്റ്റാൻഡ് മൊത്തത്തിലുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എന്തോ പറ്റി മൊത്തത്തിൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇത് നമ്മളെ മറ്റൊരു വെറൈറ്റി പെട്ടത് കേട്ടോ. ഇതും നല്ല ബുഷി ആയിട്ട് വരുന്നത് കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ലീഫ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചെറിയ രീതിയിൽ വെയിൽ തട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ തെമ്പ് നല്ല രീതിയിൽ പോവും. പിന്നെ നമുക്ക് ഈ ഒരു ലീഫ് നന്നായി വരുമെന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ ഉള്ളിൽ പുതുതായിട്ട് വരുന്ന ലീഫ് നല്ല അടിപൊളിയായിട്ട് വരും. ഈ വെയിൽ തട്ടുമ്പോൾ ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ നല്ലൊരു ഡോട്ടൊക്കെ വൈറ്റ് ഡോട്ടൊക്കെ വരുന്ന ഗ്രീനിൽ വരുന്ന ഒരു വെറൈറ്റി ആട്ടോ. നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിനും എല്ലാ പ്ലാന്റ്സിനും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ചകിരിച്ചോറും അതേപോലെ തന്നെ ചാണകപ്പൊടിയും അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന നമ്മളെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ. അധികം നനവ് പറ്റാത്ത രീതിയിലാട്ടോ നമ്മളെല്ലാ ലീഫും നമ്മളെ ചെടികളും വെച്ചിട്ടുള്ളത്. ഒന്നരാടനായിട്ട് നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അല്ലാത്ത സമയം നമ്മൾ അത്യാവശ്യം 2 ദിവസം കൂടുന്നവരൊക്കെ കേട്ടോ നമ്മൾ ഒന്ന് നല്ല രീതിയിൽ നനച്ചു കൊടുക്കും. അല്ലാത്ത ടൈമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കലാട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് തന്നെ വരുന്ന വെറൈറ്റി പെട്ട അഗ്ലോണിമ ചെടികളാണ്. നമ്മളെ കയ്യിൽ ഇനിയിപ്പോൾ ഒരുപാട് വെറൈറ്റീസൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ നഴ്സറിയിലൊക്കെ പോയിട്ട് നമ്മൾ അത്യാവശ്യമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ അതൊക്കെ മേടിക്കണം. ഇതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ഗ്രീനി ആയിട്ടുള്ളൊരു നല്ലൊരു വെൽവെറ്റ് ടൈപ്പിലുള്ളൊരു ലീഫാട്ടോ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിന്. അതും നല്ല ബുഷിയായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് ബേബീസ് ചെടികളൊക്കെ അടിയിലോട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മാറ്റിയിട്ട് പോട്ട് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫ് നമ്മൾ നല്ല വെയിൽ തട്ടുന്നിടത്ത് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനും ഒരു യെല്ലോ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഗാർഡനിൽ നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ ഈ അഗ്ലോണിമ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ ഒരു അഗ്ലോണിമ വെറൈറ്റീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.